വെൽക്കം ടു ആൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിന്റെ 3 ഹൈപ്പോത്തിസിസുകളാണ്. വീക്ക് ഫോമും, സ്ട്രോങ് ഫോമും, സെമി സ്ട്രോങ് ഫോമും. ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 3 ലെവൽ ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി ആണ് നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് പ്രകാരമുള്ള 3 ഹൈപ്പോത്തിസിസ്, അതായത് 3 അസംഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് വീക്ക് ഫോം എഫിഷ്യൻസി ആണ്. വീക്ക് ഫോം എഫിഷ്യൻസിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വീക്ക് ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിറ്റുവേഷൻ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ വിച്ച് the security price reflecting the historical data or historically occurred event. ഈ ഫോം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ വീക്ക് ഫോമിലാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എങ്കിൽ അവിടത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈസ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻ ആണ്. കമ്പനി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്കണോമി റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യങ്ങളും പാസ്റ്റിൽ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ അഡ്ജസ്റ്റ്മെന്റ് ഒക്കുർ ചെയ്തതിന് ശേഷമുള്ള പ്രൈസ് ആയിരിക്കും എന്ത്, ആ സ്റ്റോക്ക് മാർക്കറ്റില് കറന്റ്ലി റിഫ്ലക്ട് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് ദ സ്റ്റോക്ക് പ്രൈസ് ഈസ് റാപ്പിഡ്ലി അഡ്ജസ്റ്റഡ്, അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഈസ് അഡ്ജസ്റ്റഡ് ബൈ ദ പാസ്റ്റ് ഇവന്റ്സ് ഓൾറെഡി ഒക്കേർഡ്. അതാണ് വീക്ക് ഫോം എഫിഷ്യൻസി. അതായത് പാസ്റ്റില് ഓൾറെഡി ഇൻകർ ചെയ്ത ഇൻഫോർമേഷൻ മാത്രമേ ആ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓൾറെഡി ഇൻകർ ചെയ്ത എല്ലാ ഇൻഫോർമേഷനും എന്താണ്, പ്രൈസിൽ അഡ്ജസ്റ്റഡ് ആയി. സോ പാസ്റ്റ് പ്രൈസ് ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ഒരു ഫ്യൂച്ചർ പ്രൈസ് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് all the effect of historical information are already reflected in price. So ഇനി ആ ഹിസ്റ്റോറിക്കൽ ഡാറ്റയ്ക്ക് ഒന്നും ചെയ്യാനില്ല പ്രൈസ് മൂവ്മെന്റില്. സോ വീക്ക് ഫോം എഫിഷ്യൻസി ഹൈപ്പോത്തിസിസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് ഇൻകർ ചെയ്ത ഓൾറെഡി പാസ്റ്റിൽ സംഭവിച്ച എല്ലാ ഇൻഫോർമേഷനും എല്ലാ സ്റ്റേറ്റും എന്താണ്, അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് ആണ്. ഇനി ഹിസ്റ്റോറിക്കലി ഇൻകർ ചെയ്ത ഒരു ഡാറ്റയ്ക്ക് ഒന്നും ആ പ്രൈസ് മൂവ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഇല്ല. സോ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് പ്രൈസ് ഉപയോഗിച്ചിട്ട് വി കനോട്ട് പ്രെഡിക്ട് ദ ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ് എന്നാണ് എന്ത് പറയുന്നത്, വീക്ക് ഫോം എഫിഷ്യൻസി പറയുന്നത്. അത് നമുക്ക് ഇതിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. Weak form efficiency, that is future price cannot be predicted by analyzing the price from past. അതന്നെയാണ് എന്ത്, വീക്ക് ഫോം എഫിഷ്യൻസിയുടെ, അതായത് വീക്ക് ഫോം എഫിഷ്യൻസി ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ, അതായത് ആ വീക്ക് ഫോം എഫിഷ്യൻസി അസംഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വി കനോട്ട് predict the future price using historical data or price from past because the future price is not dependent upon the successive price movement എന്നാണ് എന്ത് പറയുന്നത്, വീക്ക് ഫോം എഫിഷ്യൻസി പറയുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ടെക്നിക്കൽ അനലൈസ്, അതായത് ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്ത് കിട്ടുന്ന ഇൻഫോർമേഷൻ ഈസ് നോട്ട് useful for predicting the future price movement because ടെക്നിക്കൽ അനാലിസിസില് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണ്, പാസ്റ്റ് പ്രൈസ് മൂവ്മെന്റ് പ്രിഡിക്ട് ചെയ്തിട്ടാണ് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ പാസ്റ്റ് പ്രൈസ് മൂവ്മെന്റ്, ദാറ്റ് ഈസ് ടെക്നിക്കൽ അനാലിസിസ് ഈസ് യൂസ്ലെസ് എന്നാണ്, അതായത് യൂസ്ഫുൾ അല്ല എന്നാണ് വീക്ക് ഫോം എഫിഷ്യൻസി ഹൈപ്പോത്തിസിസ് ഡെലിവർ ചെയ്യുന്നത്. because weak form efficiency believe that the current market is reflecting all historical information. So historical information has nothing to do with predicting future price movement. So the technical analysis cannot predict the ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് എക്സസീവ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് എന്ത് പറയുന്നത്, വീക്ക് ഫോം എഫിഷ്യൻസി ഹൈപ്പോത്തിസിസ് പറയുന്നത്. പക്ഷെ എന്താണ്,
വീക്ക് ഫോം എഫിഷ്യൻസിയിൽ എന്തില്ല, എന്താണ് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു അസംഷൻ ഇല്ല. സോ പറയുന്നുണ്ട് ഫണ്ടമെന്റൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒബ്റ്റൈൻ ചെയ്യുന്ന ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സസീവ് റിട്ടേൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ബിക്കോസ് ഓൺലി ദ പാസ്റ്റ് ഇവന്റ്സ് ആർ റിഫ്ലക്റ്റഡ് ഇൻ പ്രൈസ്, നോട്ട് all the current information. So weak form efficiency hypothesis പറയുന്നത് ഇത്രയേ ഉള്ളൂ. We cannot predict the future price movement by analyzing the past price or successive price movement, because the share price will exhibit serial independence. That is, share price exhibit no serial dependency. There is no pattern to asset price. അതായത് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു റാൻഡം വോക്ക് ആണ് ഫോളോ ചെയ്യുന്നത്. റാൻഡം വോക്ക് തിയറി എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് വരുന്നതാണ് സെമി സ്ട്രോങ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സെമി സ്ട്രോങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് വേറൊരു ഹൈപ്പോത്തിസിസ് ആണ്. എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിന്റെ വേറൊരു ലെവൽ ഓഫ് ഹൈപ്പോത്തിസിസ്. ഇതിൽ പറയുന്നത് പാസ്റ്റ് ഇൻഫോർമേഷനും പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ന്യൂ ഇൻഫോർമേഷനും എന്താണ്, റാപ്പിഡ്ലി ഷെയർ പ്രൈസുമായിട്ട് അഡ്ജസ്റ്റഡ് ആണ്. അതായത് ദ ഷെയർ പ്രൈസ് adjust to publicly new information very rapidly. പെട്ടെന്ന് പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇൻഫോർമേഷനും ഓൾറെഡി എന്താണ്, ഷെയർ പ്രൈസിൽ അഡ്ജസ്റ്റബിൾ ആണ്. ദാറ്റ് ഈസ് എന്താന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ആർ വെൽ അവെയർ അബൌട്ട് ദ every new information that is publicly aware, and they will act according to that information. അതായത് ഒരു കമ്പനിയുടെ കമ്പനിയുടെ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ആനുവൽ സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്തു. പ്രോഫിറ്റ് കുറവാണെങ്കിൽ എന്താണ്, ഇൻവെസ്റ്റേഴ്സ് ആർ വെൽ ഇൻഫോംഡ് അബൌട്ട് ദാറ്റ് ആൻഡ് ദേ വിൽ സെൽ ഓഫ് ദ ഷെയർസ് ആൻഡ് സെക്യൂരിറ്റി പ്രൈസ് വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. അപ്പൊ എന്താണ്, ഓൾറെഡി ആ കറണ്ട് ഇൻഫോർമേഷന്റെ റിഫ്ലക്ഷൻ എന്താണ്, പ്രോഫിറ്റ് കുറഞ്ഞാൽ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞു ബിക്കോസ് ഓഫ് ദ ആക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇനി ആ പുതിയ ഇൻഫോർമേഷൻ പബ്ലിക്കിൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതാണ് സെമി സ്ട്രോങ് ഫോമിൽ പറഞ്ഞത്. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ന്യൂ ഇൻഫോർമേഷൻ ഒക്കെ very rapidly the price will adjust in an unbiased fashion. So we cannot make any excess return through that type of information. അതായത് ഫണ്ടമെന്റൽ അനാലിസിസിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പ്രൈസ് ഏർണിംഗ് റേഷ്യോ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ബുക്ക് വാല്യൂ റേഷ്യോ. ദീസ് ഇൻഫോർമേഷൻ ആർ publicly available information that it's already known to every investors in the market. So ഈ informations യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സിംഗിൾ പേഴ്സൺ cannot make any excessive return. That is, both the fundamental analysis and technical analysis is useless. അല്ലെങ്കിൽ we cannot rely both the analysis എന്നാണ് പറയുന്നത്. എക്സസീവ് റിട്ടേൺ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി രണ്ട് അപ്രോച്ചിനും ഇല്ല എന്നാണ് സെമി സ്ട്രോങ് ഫോം പറയുന്നത്. അതായത് ദ അഡ്ജസ്റ്റ്മെന്റ് ടു പ്രീവിയസ്ലി, ഇപ്പൊ ഒരുപാട് അൺനോൺ ആയിട്ടുള്ള ഒരു ന്യൂസ് വളരെ റീസണബിൾ സൈസിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പ്രൈവറ്റ് ഇൻഫോർമേഷൻ പബ്ലിക്കിന് അവൈലബിൾ അല്ലാതെ ഒരു സിംഗിൾ പേഴ്സണോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള വല്ല ഇൻഫോർമേഷനോ ന്യൂസോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് പ്രൈവറ്റ് ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് എക്സസീവ് റിട്ടേൺ ഉണ്ടാക്കാൻ സെമി സ്ട്രോങ് എഫിഷ്യൻസി ഫോമിൽ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് സെമി സ്ട്രോങ് എഫിഷ്യൻസി ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ട് ഈസ് ദാറ്റ് ദ ഷെയർ പ്രൈസ് അഡ്ജസ്റ്റ് ടു പബ്ലിക്കലി അവൈലബിൾ ന്യൂ ഇൻഫോർമേഷൻ very rapidly and in an unbiased form. It believes that neither fundamental analysis nor technical analysis will be able to reliably produce excessive return. So അതാണ് പറയുന്നത്, we cannot make any excessive return using by analyzing past data and also using the information obtaining from fundamental analysis, because it is already known to every investor and already they act on this information and already the price changes is incurred. So this information cannot do anything more
in future or they cannot indicate anything more in future എന്നാണ് സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസി ഹൈപ്പോത്തിസിസ് പറയുന്നത്. ഈ സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് മേക്ക് എനി എക്സസീവ് റിട്ടേൺ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇൻ ആസ് പെർ ദിസ് ഹൈപ്പോത്തിസിസ് ദ മാർക്കറ്റ് ഈസ് വെൽ ഇൻഫോംഡ് അബൌട്ട് ഓൾ ഇൻഫോർമേഷൻ ഇൻക്ലൂഡിംഗ് പാസ്റ്റ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഇൻഫോർമേഷൻ. ദാറ്റ് ഈസ് ദ ഷെയർ പ്രൈസ് ഈസ് ഓൾറെഡി അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഓൾറെഡി റിഫ്ലക്ടിങ് all information, public, private. So no one can earn any excess return using the information എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഫോം ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം ഇൻസൈഡർ ട്രേഡിംഗ് ലോസ് ഒക്കെ പ്രൊഹിബിറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇൻസൈഡർ ട്രേഡിംഗ് ലോ എന്ന് പറഞ്ഞാൽ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസൈഡർ ട്രേഡ്, അതായത് ഡയറക്ടേഴ്സ് പ്രൊമോട്ടേഴ്സിന് മാത്രം അറിയുന്നതാണ് കമ്പനിയുടെ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ. അപ്പൊ അത് അവർക്ക് അറിയാമെങ്കിൽ അവർ ചിലപ്പോ ട്രേഡിംഗ് നടത്തും. ആ നമ്മുടെ നമ്മളടുത്ത ഒരു മാസം മുമ്പ് തന്നെ ഏകദേശം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അറിയാം ഈ കമ്പനിയുടെ പ്രോഫിറ്റ് എന്തായിരിക്കും. അപ്പൊ അവർക്ക് അറിയാം എന്ത് കമ്പനിയുടെ പ്രോഫിറ്റ് വളരെയധികം കുറയാൻ പോവാണ്. അപ്പൊ അവർ അത് പബ്ലിക്കിന് അറിയില്ല. ആ ഇൻഫോർമേഷൻ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും, അപ്പൊ പ്രോഫിറ്റ് ഇങ്ങനെ കുറഞ്ഞാൽ ഷെയർ പ്രൈസ് കുറയും. അതിനു മുമ്പ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, സെല് ചെയ്യും. അപ്പൊ അവർക്ക് കുറെ ലാഭം ഉണ്ടാകും. അതെന്താണ്, അതിനെയാണ് നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് ഉപയോഗിക്കുന്നത്. ഇത് പബ്ലിക്കിന് അവയർ അല്ലാത്ത പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് ഏർണിങ്സ് ഉണ്ടാക്കുക. പക്ഷെ അതൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഹിബിറ്റഡ് ആണ്. സോ ഇൻസൈഡർ ഇൻഫോർമേഷൻ ഒന്നും എന്തല്ല മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യില്ല. സോ എന്താണ് ഒരു സ്ട്രോങ് ഫോം ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെ ഇൻസൈഡറിലുള്ള ഇൻഫോർമേഷനും പബ്ലിക് ഇൻഫോർമേഷനും പാസ്റ്റ് ഇൻഫോർമേഷനും എല്ലാം ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ചെയ്താലേ നമുക്ക് അതിനെ സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുള്ളൂ. പക്ഷെ ഇന്ത്യ പോലുള്ള ഒരു കൺട്രി, ഇന്ത്യ എന്നല്ല ഏത് കൺട്രിയിലും ദ ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ദ ലോ ആൻഡ് ഇറ്റ് ഈസ് പണിഷബിൾ. സോ നെവർ എനിവൺ ക്യാൻ യൂസ് the price sensitive information that is privately available. So അങ്ങനെ എല്ലാ ഇൻഫോർമേഷനും എന്ത് ചെയ്യില്ല, ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഓൺലി when the company publish the information, then the public will be aware of the fact and they will immediately act as per the information. ഒരു സെമി സ്ട്രോങ് വരെ നമുക്ക് വിസിബിൾ ആവുള്ളൂ. എല്ലാ ഇൻഫോർമേഷനും റിഫ്ലക്ട് ചെയ്ത് കംപ്ലീറ്റ് ഇൻഫോർമേഷനും എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് മാർക്കറ്റ് ഒന്നും നമുക്ക് അങ്ങനെ വിസിബിൾ അല്ല. അത് കാരണം എന്താണ്, പ്രൈവറ്റ്ലി ഇൻസൈഡർ ഇൻഫോർമേഷന് വല്ലതും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ദി പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ സോ സ്ട്രോങ് ഫോമിൽ എന്താണ്, ഒരു പ്രോഫിറ്റ് ഉണ്ടാവില്ല. ബിക്കോസ് ദ ഷെയർ പ്രൈസ് റിഫ്ലക്ട് ഓൾ ഇൻഫോർമേഷൻ, ഓൾ ദ കറന്റ്ലി ഇൻകേർഡ് ഇൻഫോർമേഷൻസ് ആർ റിഫ്ലക്റ്റഡ് ആൻഡ് പ്രൈസ് ഈസ് അഡ്ജസ്റ്റഡ് ആസ് പെർ ദിസ് ഇൻഫോർമേഷൻ ആണ് പറയുന്നത്. അതായത് എന്താണ്, ഒരു ലോങ് പീരീഡിൽ ഇൻവെസ്റ്റർ കനോട്ട് മേക്ക് എനി എക്സസ് റിട്ടേൺ വിത്ത് ദ യൂസ് ഓഫ് ഇൻഫോർമേഷൻ, ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ എപ്പോഴും മാർക്കറ്റിൽ സൈൻസ് ഓഫ് ഇൻഎഫിഷ്യൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് എക്സിബിറ്റ് ചെയ്യുന്നത്. എവറി ഇൻവെസ്റ്റർ ഈസ് നോട്ട് അറ്റ് ഓൾ അവെയർ അബൌട്ട് ദ ഓൾ ഫാക്ട്സ് ആൻഡ് ദേ വിൽ നോട്ട് ആക്ട് അക്കോർഡിംഗ് ടു ദ ഇൻഫോർമേഷൻ അപ് ടു ഡേറ്റ്ലി. സോ ദർ എക്സിസ്റ്റ് എലമെന്റ്സ് ഓഫ് ഇൻഎഫിഷ്യൻസി. സോ അതാണ് പറഞ്ഞത്. അങ്ങനെ ഇൻഎഫിഷ്യൻസി ഉള്ള കാരണം ഫുൾ ഹൈപ്പോത്തിസിസും കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അതാണ് ഈ തിയറിയുടെ ഒരു ക്രിറ്റിസിസം. പിന്നെ നമ്മള് കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആസ് ഏർലി ആസ് പോസിബിൾ വി ടേക്ക് ദ ആക്ഷൻ, സോ വി ക്യാൻ മേക്ക് എനി പ്രോഫിറ്റ്. അതുപോലെ ഇംപെർഫെക്ഷൻസും അനോമാലീസ് ഒക്കെ ഉണ്ടോ നമ്മൾ ക്ലോസ് ആയിട്ട് ചെക്ക് ചെയ്യണം. അങ്ങനെ വരെ ഇംപെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്താൽ വി ക്യാൻ മേക്ക് പ്രോഫിറ്റ്. അതുപോലെ എന്താണ്, ഇപ്പോഴും ഇന്നോവേറ്റീവ് മോഡ് ഓഫ് അനാലിസിസ് യൂസ് ചെയ്യുക. ഒറിജിനൽ മോഡ് അല്ലെങ്കിൽ നമ്മൾ കൺവെൻഷനിൽ നിന്നും വിട്ടിട്ട് അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മോഡ് ഓഫ് അനാലിസിസ് യൂസ് ചെയ്യുക. അതുപോലെ നമുക്ക് എപ്പോഴും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആക്സസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ട്രൈ ടു ആക്സസ് ടു ഇൻസൈഡ് ഇൻഫോർമേഷൻ ആൻഡ് its sensible interpretation. So because with that interpretation we can make some sort of profit, because only if you are aware about that information. Then എന്താണ്,
ആൻഡ് ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ് ദാറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ മാർക്കറ്റ് സൈക്കോളജി. അതായത് അങ്ങനെ മാർക്കറ്റിനെ മൊത്തം എഫക്ട് ചെയ്യാത്ത പക്ഷെ ഭാവിയിൽ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്താൽ വി ക്യാൻ മേക്ക് സം സോർട്ട് ഓഫ് പ്രോഫിറ്റ്. ഇനിയിപ്പോ ഈ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സ്റ്റോക്ക് പ്രൈസ് വിൽ ഫോളോ എ റാൻഡം വോക്ക്. അതായത് സ്റ്റോക്ക് പ്രൈസ് ഈസ് not depend upon the successive price movement. We cannot predict, അതായത് the asset price does not following a pattern. It is randomly identified. അല്ലെങ്കിൽ the price follow a random walk. It does not following a successive price movement, അല്ലെങ്കിൽ it does not depend upon the past price. That is, it does not have any pattern. The price will formulate as per the trading on that particular day, that is randomly. That is, the randomness of stock price is the result of efficient market, because efficient market nu parna the investors are highly aware about all the information, so the price does not follow a pattern. It will follow a random walk. Next വരുന്നതാന്ന് വെച്ചാ we can distinguish three level of market efficiency: weak form, semi strong form and strong form. Weak form എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ current price of stock reflect all information founded or recorded in past price and volume. Semi strong form efficiency hypothesis hold ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ stock price will adjust rapidly to all available public information. ഇനി strong form efficient market hypothesis hold ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ all available information public and private is reflected in stock എന്നാണ് പറയുന്നത്. ഇനി empirical evidences ഒക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് weak ഫോമിനെയാണ്. That is, only past information are reflecting in price. We can predict the future price movement using the new public information and private information. And a semi-mixed support is given to semi-strong form efficiency. That is, we can make profit using private information എന്ന് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ വീക്ക് സപ്പോർട്ട് മാത്രമേ സ്ട്രോങ് ഫോം എഫിഷ്യൻസിക്ക് കൊടുക്കൂ. കാരണം സ്ട്രോങ് ഫോം എഫിഷ്യൻസി ഹൈപ്പോത്തസിസ് പറയുന്നത് ആർക്കും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല with the use of both private and public information. അത് തെറ്റാണ്. Because if we have some sort of insider information, we can make profit definitely. ഇനി എന്താന്ന് വെച്ചാ ഒരു ഇത് ശരിക്കും ഒരു ഫുൾ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് തിയറി ഒന്നല്ല. ഇറ്റ് ഈസ് ഇൻപെർഫെക്റ്റ്. ബട്ട് ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു തിയറി ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് കീ ഇംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാൽ എപ്പോഴും ടെക്നിക്കൽ അനാലിസിസിനും ഫണ്ടമെന്റൽ അനാലിസിസും നമ്മളെ ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല എന്നാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആയിന്ന് വിചാരിക്കണു. അതായത് വീക്ക് ഫോമിലെ അസംഷൻ എന്ന് പറഞ്ഞ എന്താണ്? സ്റ്റോക്ക് പ്രൈസ് റിഫ്ലക്റ്റിംഗ് പാസ്റ്റ് റെക്കോർഡഡ് അല്ലെങ്കിൽ പാസ്റ്റ് ഇൻകേർഡ് ഇൻഫോർമേഷൻ, ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. സെമി സ്ട്രോങ് ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ റിഫ്ലക്റ്റിംഗ് publicly available new information including historical data. Strong form efficiency എന്ന് പറയുന്നത് stock price reflecting all information, both historical, public and private information. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.